യുപിയിലെ ബിജെപിയുടെ മഹാരാജന് അടിപതർന്നു. മോദിയോളം വളർന്ന യോഗിക്കെതിരെ പടയൊരുക്കവുമായി നേതാക്കൾ രംഗത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ആദിത്യനാഥിന്റെ ബുൾഡോസർ ഭരണത്തിനെതിരെ യുപിയിലെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ശക്തം. യോഗിയെ മാറ്റി OBC വിഭാഗത്തിൽപ്പെട്ടയാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. BJP ഭരണത്തിൽ നിന്നും NDA ഭരണത്തിലേക്കുള്ള മാറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ കേവല ഭൂരിപക്ഷത്തിനും താഴേക്ക് എത്തിച്ചത് യുപിയിലേറ്റ കനത്ത തിരിച്ചടിയാണ്. 62 സീറ്റിൽ നിന്ന് 33 സീറ്റിലേക്ക് ചുരുങ്ങിയതിന്റെ കാരണങ്ങൾ നിരത്തി BJP സംസ്ഥാന ഘടകം 15 പേജുള്ള വിശദമായ റിപ്പോർട്ടാണ് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാകട്ടെ യോഗി ഭരണത്തിനെതിരെയുള്ള കടുത്ത വിമർശനങ്ങളും യോഗിയുടെ ബുൾഡോസർ രാജ്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ അമിതാധികാരം, മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ടവ. ഒപ്പം തിരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരായിരുന്നുവെന്നും വിമർശനമുണ്ട്. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരായ പടപ്പുറപ്പാട്. സർക്കാരല്ല പാർട്ടിയാണ് വലുതെന്ന് പരസ്യമായി പറഞ്ഞ മൗര്യ രംഗത്തെത്തി. കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്നും മുഖ്യമന്ത്രിയെ മാറ്റണമെന്നും ആവശ്യമുയർന്നു. യോഗിക്കെതിരായ നീക്കങ്ങൾക്ക് കേശവ് പ്രസാദ് മൗര്യയ്ക്കും കൂട്ടർക്കും BJP ദേശീയ നേതൃത്വത്തിന്റെ മൗനാനുവാദമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. യോഗിയുടെ തേരോട്ടത്തിന് തടയിടാൻ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ആശീർവാദം മൗര്യയ്ക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മോദി ഷാ അച്യുതണ്ടിന് യോഗി അപ്രിയനായിട്ട് കാലം കുറച്ചായി. ലോക്സഭാ ഇലക്ഷൻ കാലത്ത് യുപിയിലെ പ്രചാരണത്തിലും അത് പ്രകടമായിരുന്നു. മോദിക്കെതിരെ ഒളിയമ്പുകൾ ചെയ്യുന്ന RSSനും മോഹൻ ഭാഗവത്തിനും പക്ഷേ യോഗി പ്രിയപ്പെട്ടവനാണ്. അമിത ആത്മവിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്നാണ് യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന. ഇത് ദേശീയ നേതൃത്വത്തെ ഉന്നം വെച്ചുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ UP BJPയിൽ താൽക്കാലിക വെടിനിർത്തലായി. പക്ഷേ യോഗിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടോ എന്ന് കണ്ടറിയണം.